നമ്മൾ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരാളെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുമെന്ന് കരുതി കാത്തിരിക്കുന്നതാണ് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും ഹാർംഫുൾ ആയിട്ടുള്ള കാര്യം. ഒരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു വൺ വേ പോലെ ആയിരിക്കില്ല. ഹസ്ബൻഡ് ഇഷ്ടപ്പെടാൻ വേണ്ടി അവരൊത്തിരി സ്നേഹിച്ച് കെയർ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടും വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അവരിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഭാര്യമാർ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. ഒരു കഥയുണ്ട്. ഒരു ലേഡി ഒരു ഗ്യാതറിങ്ങിൽ വെച്ച് അവരുടെ ഡ്രീമിനെ കുറിച്ച് പറയുകയാണ്, എനിക്ക് വലിയൊരു കോടീശ്വരിയാവണം. ചുറ്റുള്ളവരെല്ലാം അവരെ നോക്കി പുച്ഛത്തോടു കൂടെ ചിരിച്ചു, ഒരു കോടീശ്വരനെ ഒഴിച്ച്. കാരണം ആ കോടീശ്വരന് മാത്രമേ അവരുടെ കോൺഫിഡൻസും അതിലേക്ക് എത്താനുള്ള എഫേർട്ടും അവർ പറയുന്നതിൻ്റെ ഡെപ്തും മനസ്സിലായുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ കാര്യം. നമ്മുടെ ഡ്രീംസ് ആരായിട്ട് ഷെയർ ചെയ്യുന്നു, നമ്മുടെ വിഷൻ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അവിടെ നമ്മുടെ ഡ്രീംസിനോ വിഷനോ ഒരു വാല്യൂ ഉണ്ടാവില്ല. ലൈക്ക് വൈസ് നമ്മൾ എത്ര തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എത്ര തന്നെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് അവരായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കൺസിഡർ ദിസ് ആസ് എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ്.